ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, 40 ദിനങ്ങളിലെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടി നൽകുവാൻ, സ്വർഗത്തിൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകുവാൻ ഈ തലമുറയിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ലോകത്തിന് അതിക്രമങ്ങൾ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം നൊമ്പരപ്പെടുകയാണ്. അമ്മ മാതാവ് ലോകത്തിന് പല ദിക്കുകളിലും രക്തക്കണ്ണുനീരൊഴുക്കി തൻ്റെ മക്കളുടെ നിത്യമായ നാശത്തെ ഓർത്ത് അമ്മ നിലവിളിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ദൗത്യത്തിൽ കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നമ്മൾ സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വചനത്തിൽ കർത്താവിൻ്റെ തിരുവെഴുത്ത് പ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ. ജെറുസലേം പട്ടണത്തിന് അരികിലോട്ട് കർത്താവ് വന്നപ്പോൾ ആ പട്ടണത്തെ നോക്കിക്കൊണ്ട് കർത്താവ് വിലപിക്കുകയാണ്, നിലവിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിന് അതിക്രമങ്ങൾ കണ്ട് വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കള് ഈ 5-ാം ദിനത്തിൽ പ്രത്യേകം നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ദൈവനിഷേധവും ദൈവദൂഷണവും അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത്, മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കളെ ഓർത്ത്, ജഡീക പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ ഓർത്ത്, മന്നോഷര ആത്മാക്കളെ ഓർത്ത്, മതപീഡകരെ ഓർത്ത് സ്വർഗം നിലവിളിക്കുകയാണ്. ദൈവത്തിന് വചനം പറയാ, കർത്താവ് പട്ടണത്തെ കണ്ടപ്പോൾ കർത്താവ് വിലപിച്ചു. സ്വർഗത്തിൻ്റെ ഈ വേദന നമ്മുടെ വേദനയായി മാറുമ്പോഴാണ് എന്തിനാണോ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ നമുക്ക് തന്നത് അതിന് ഉത്തരമാകുന്നത്. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-ാം വചനത്തിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ആത്മാവ് മരണതുല്യമായ വേദനയിൽ പിടയുകയാണ്. മരണതുല്യമായ വേദനയാൽ ഈശോ ഗെത്സമനിയിൽ നിലവിളിക്കുകയാണ്. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തെ കണ്ട് സ്വർഗം ഇതുപോലെ ദുഃഖിതമായിരിക്കുകയാണ്. കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകാൻ, കർത്താവിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ വിളിയുടെ, നമ്മുടെ ദൗത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജോസഫ് ടെറിലി എന്ന് പറയുന്ന ഉക്രൈനിലുള്ളൊരു വലിയൊരു മിസ്റ്റിക്, ആ മിസ്റ്റിക്കിനോട് ഇപ്രകാരം കർത്താവും അമ്മ മാതാവും വെളിപ്പെടുത്തുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ ദൂതുകളാണ്. സ്വർഗം എന്താണ് സംസാരിച്ചത്? ചില രാഷ്ട്രങ്ങളിലെ ഗവൺമെന്റുകൾ സ്വർഗഭോഗത്തെയും സാത്താന്റെ എല്ലാവിധ മ്ലേച്ഛതകളെയും സംരക്ഷിക്കുവാൻ ശ്രമിക്കും. സത്യത്തിനെതിരായ നിയമങ്ങൾ രാഷ്ട്രങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ ആവിഷ്കരിക്കും. വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്, താൻ എഴുതിയ 1-ാം ലേഖനം 5:19 ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണ് നമ്മൾ അറിയുന്നു. ലോകരാജ്യങ്ങളിൽ പാപകരമായ നിയമങ്ങൾ, സത്യവിശ്വാസത്തിനെതിരായ നിയമങ്ങൾ, കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾക്കെതിരായ നിയമങ്ങൾ, മേഴ്സി കില്ലിംഗ്, ദയാവധം,
അബോർഷൻ, ഗേ മാരേജ്, ദൈവം സ്ഥാപിച്ച സ്വാഭാവിക കുടുംബ സംവിധാനങ്ങൾ തകിടം മറിക്കാൻ പിശാച് രൂപം കൊടുക്കുന്ന പാപകരമായ കുടുംബ സംവിധാനങ്ങൾ, വിശ്വാസത്യാഗം, വഴിവിട്ട ലൈംഗികതകള്, മ്ലേച്ഛതകള്, ദൈവനിഷേധം, ദൈവദൂഷണം, ഇത്തരത്തിലുള്ള കഠോരമായ പാപകരമായ നിയമങ്ങൾ ഇന്ന് അനേകം രാജ്യങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം ഓർത്ത് സ്വർഗം കരയുകയാണ്. നമ്മുടെ കർത്താവ് നൊമ്പരപ്പെടുകയാണ്. ഫാത്തിമയിൽ ലൂസിയോട് അമ്മ മാതാവ് പറഞ്ഞു, മോളെ ലൂസി, നമ്മുടെ കർത്താവ് കരയുകയാണ്, നമ്മുടെ കർത്താവ് സങ്കടപ്പെടുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഈ നൊമ്പരം നമ്മുടെ ഹൃദയ നൊമ്പരമായി മാറണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളെ നിത്യമായ രക്ഷയ്ക്കു വേണ്ടി ഞാൻ നിങ്ങളും കർത്താവിൻ്റെ വിക്ടിം സോൾസായി, ബലിയാത്മാക്കളായി മാറുമ്പോൾ സ്വർഗം ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അമ്മ മാതാവിൻ്റെ പൊന്നുമോനായ ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ 1986 ജൂൺ 7-ാം തീയതി ഇപ്രകാരം സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ഭൂമിയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. നമ്മൾ അമ്മ മാതാവിന് കൂട്ടുപിടിക്കുന്നതിന് അന്ത്യ കാലഘട്ടമാണ്. സാത്താൻ മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി പ്രബലപ്പെട്ടിരിക്കുന്ന കാലഘട്ടം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളെന്ന് അറിയുന്ന പിശാച് അനേകം ആത്മാക്കളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ പലവിധ പാപത്തിന്റെ കെണികള്, വഞ്ചനകള്, ചതികള്, അവന്റെ എല്ലാവിധ ശക്തിയും കഴിവ് ഉപയോഗിച്ച് ഈ തലമുറയെ നശിപ്പിക്കാനാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ സഹായം പ്രത്യേകമായി ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. വീണ്ടും സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെതിരായുള്ള ഭരണമാണിത്. നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ നിന്ന് എന്താ കാണുന്നത്? സുവിശേഷ മൂല്യങ്ങൾക്ക്, ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത വിധത്തിൽ ധാർമ്മികമായ അധപതനവും എല്ലാവിധ മ്ലേച്ഛതകൾ നിറഞ്ഞ അനേകം നിയമങ്ങൾ ഓരോ ദിവസവും പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെതിരായിട്ടുള്ള ഭരണമാണ് അനേക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണം. നിങ്ങളുടെ അവസാന നൂറ്റാണ്ടിൽ ശക്തിയുടെയും കഴിവിൻ്റെയും തെറ്റായ പ്രേരണകളുടെയും ഔന്നത്യത്തിൽ ഇതെല്ലാം എത്തും. ദൈവമക്കളെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, ദൈവ കരുണയായി ലോകം കഴുകപ്പെടുവാനായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകമായി വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ കരുണക്കടലിൽ മുക്കിക്കൊണ്ട്, ഈശോയെ കരുണ വർഷിക്കണമേ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, സ്വർഗം വേദനിക്കുന്ന എല്ലാ അതിക്രമങ്ങളിലേക്കും ദൈവ കരുണ ഒഴുകപ്പെടുവാൻ, ദൈവ കരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ എല്ലാം മറന്ന് സ്വരമുയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. പൈശാചിക പീഡകള്, വിശ്വാസത്യാഗത്തിന്റെ കെട്ടുകള്, ദൈവനിഷേധ, ദൈവദൂഷണകരമായ പ്രവർത്തികള്, കർത്താവേ കരുണ കാണിക്കണമേ, കർത്താവേ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ 3 പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, Holy Spirit, come Holy Spirit,
കം ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ഈ കാലഘട്ടത്തെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം മനസ്സിലാക്കി നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട് അമ്മമാതാവിന്റെ കരങ്ങൾ പിടിച്ച് സകല വിശുദ്ധരുടെയും മലാഖമാരുടെയും മധ്യസ്ഥം തേടി നമ്മൾ ഒരുമിച്ച് കുടുംബമായി അനേകം ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്ന് പതിനായിരങ്ങളാണ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു മനസ്സോടെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞു പാടുക. കൃപ ഒഴുകട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വെളിപ്പെടട്ടെ. ഈശോ ഈശോ ഈശോ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാലത്തിനടയാളങ്ങൾ തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശം ഈശോയെ കൃപ തരണമേ, കൃപ പകരണമേ, കൃപ ഒഴുക്കണമേ. ഈശോ പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. കർത്താവേ കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്. വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം വെളിപ്പെടുത്തിയ സത്യങ്ങള് രാജ്യങ്ങളെ പിശാച ആധിപത്യം പുലർത്തും. പാപകരമായ നിയമങ്ങള്, സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കപ്പെടും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസത്തെ നിഷേധിക്കുന്ന, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന പാപകരമായ നിയമങ്ങള് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വിശ്വാസ ത്യാഗത്തിനെതിരായി പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞ് കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. അവൾ വീണ്ടും ഒരുമിച്ച് പാടുന്നു. ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു, തിന്മകൾ നന്മയായി മാറ്റിയിടുന്നു. ചെറുതുപാടിയേ. ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു, കർത്താവേ കൃപ ഒഴുക്കണമേ, കർത്താവേ കരുണ വർഷിക്കണമേ. ദൈവനിഷേധവും വിശ്വാസത്യാഗവും ലോകത്തിലെങ്ങും ഇതിനു വേണ്ടി നിലവിളിക്കണം. നമ്മൾ ചങ്ക പൊട്ടി പ്രാർത്ഥിക്കണം, പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. സാത്താൻ കൂതന്ത്രങ്ങൾ മെനയുന്നു, ആത്മാക്കളെ തകർക്കാൻ നോക്കുന്നു. പിശാചിന്റെ ചതികൾ മനസ്സിലാക്കാൻ, സാത്താന്റെ കെണികൾ തിരിച്ചറിയാൻ കർത്താവേ സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. ആമേൻ. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. ഈ തലങ്ങളിൽ കർത്താവിന്റെ കരുണ ഒഴുകപ്പെടുവാൻ ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഹൃദയം തുറന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. ലോകത്തിന് വേണ്ടി നിലവിളിക്കുക. സ്വർഗത്തിന്റെ കണ്ണുനീരിന് മറുപടിയായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ കൃപ തരണമേ, പ്രാർത്ഥിക്കുവാൻ
പരിത്യാഗമെടുക്കുവാൻ, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരു ബലിയായി നൽകുവാൻ കൃപ തരണമേ, കൃപ തരണമേ, കരുണ കാണിക്കണമേ. ആഗ്രഹിച്ചൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ, ഈശോ, ഈശോ, ഈശോ. ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. തീ സാന്നിധ്യം, അഗ്നി സാന്നിധ്യം രാജ്യങ്ങളിൽ വ്യാപരിക്കട്ടെ. വിശ്വാസത്യാഗം പടർന്നു പിടിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും കർത്താവിന്റെ തീ സാന്നിധ്യം ഇറങ്ങട്ടെ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. കർത്താവേ, കരുണ കാണിക്കണമേ. വ്യാജ പ്രബോധകർ, വ്യാജ പ്രവാചകർ, ആത്മാക്കൾ കെണികളിലകപ്പെടുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അതീവ ജാഗ്രതയുണ്ടാകണം. വിശ്വാസ സത്യങ്ങളിൽ, സഭയുടെ പ്രബോധനങ്ങളിൽ കരുണതൻ ദിനങ്ങളിൽ കരുണയ്ക്കായി കേഴുവിൻ, നീതി വെളിപ്പെടാൻ. ഈ സത്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും ചേർന്ന് പാടുകേ. കർത്താവേ, കരുണ ചൊരിയണമേ. രാജ്യങ്ങളിൽ, ജനതകളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ. നോഹയൻ ദിനങ്ങൾ ഓർക്കുവിൻ, ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ. ലോകാരൂപിയിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ജഡിക ബന്ധനങ്ങളിൽ നിന്ന്, വിശ്വാസത്യാഗത്തിൽ നിന്ന് അസംഖ്യ ആത്മാക്കള് വിടുതൽ പ്രാപിക്കട്ടെ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീൻ. ഇത് വലിയൊരു വിശ്വാസ സത്യമാണ് ദൈവമക്കളെ. നമ്മൾ ആരും മറന്ന് ജീവിക്കരുത്. പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി. പ്രത്യേകമായി വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, വിശ്വാസം മങ്ങിപ്പോയവരെ, വിശ്വാസ വെളിച്ചം ജീവിതത്തിൽ കെട്ടുപോയ എല്ലാ ആത്മാക്കൾക്കായി ചങ്കുപൊട്ടി നിലവിളിക്കുന്ന ഈ മക്കളെ, ഇത് ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയം, പൈശാചിക കെട്ടുകൾ പൊട്ടുന്ന സമയം. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് ദൈവത്തിന്റെ തീയിറങ്ങട്ടെ. വിശ്വാസ ത്യാഗം എന്ന പൈശാചിക പീഡ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്നു, യേശുവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ചങ്കുപൊട്ടി വിളിച്ചോ. ആരും ശ്രദ്ധിക്കേണ്ട. കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഈ ലോകം മുഴുവനിലേക്കും ദൈവത്തിന്റെ കരുണ ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചു വിളിക്കുന്നു, ഈശോയെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപ, 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 കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും, എല്ലാ ജനപദങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിനായി, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കായി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി, തിരുസഭയുടെ നന്മയ്ക്കായി അമ്മേ പ്രാർത്ഥിക്കണമേ, അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 5ാം ദിനത്തിലേക്ക് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുകയാണ്. ഏറെ പ്രാർത്ഥനയോടെ കർത്താവ് നൽകുന്ന ഓരോ ആലോചനയും സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടി നൽകാൻ, ഈ തലമുറയിൽ സ്വർഗത്തിൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകുവാൻ, കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം.
സ്വർഗം അനേകരെ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കഠോരമായ പാപമാണ് വിശ്വാസത്യാഗം. ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കാണുന്ന അനേക ധാർമ്മികമായ അധപതനങ്ങള്, ലോകത്തിൽ നടമാടുന്ന അതിക്രമങ്ങള്, നാശങ്ങള്, ദൈവനിഷേധം, ദൈവദൂഷണം, വഴിവിട്ട ലൈംഗികതകള്, മ്ലേച്ഛകരമായ ജീവിതങ്ങള്, അവിശ്വസ്തതകള്, വിശുദ്ധി നഷ്ടപ്പെട്ടവര്, മന്നോഷരായ ആത്മാക്കള്, മാനസാന്തരമില്ലാതെ മാരക പാപത്തിൽ കഠിന ഹൃദയത്തോടെ ജീവിക്കുന്ന അനേകം ആയിരങ്ങള്. ഇതിനെല്ലാം അടിസ്ഥാന കാരണം വിശ്വാസത്യാഗമാണ്. എവിടെ വിശ്വാസം തകരുന്നുവോ അവിടെ ധാർമ്മികമായ തകർച്ച ആരംഭിച്ചു. കുടുംബങ്ങളുടെ തകർച്ച വിശ്വാസത്തിന്റെ തകർച്ചയാണ്. അനേകം ജീവിതങ്ങൾ ഇന്ന് മലിനപ്പെടുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം വിശ്വാസ തകർച്ചയാണ്. ആത്മീയ കാര്യങ്ങളോട്, ദൈവിക കാര്യങ്ങളോടുള്ള മന്ദതയും മരവിപ്പും നിസ്സംഗതയും വിശ്വാസ തകർച്ചയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സഭാഭരണകാലത്ത് ഇപ്രകാരം പറഞ്ഞു: ഇന്ന് കർത്താവിന്റെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ്, വിശ്വാസത്യാഗമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭയിലും ലോകത്തിലും നമ്മൾ കാണുന്ന പല അപജയങ്ങള്, വിശ്വാസത്യാഗത്തിന്റെ പ്രവർത്തികള് നമുക്കറിയാം. ഇന്ന് സെക്യുലറിസവും ഹ്യൂമാനിസവും റിലേറ്റീവിസവും കടന്നു പിടിച്ച് സത്യവിശ്വാസത്തെ തകർക്കുവാനും വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുവാനും ഇന്ന് പിശാച് വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിന് സാത്താൻ രൂപം കൊടുക്കുന്ന പല ഇസങ്ങളുണ്ട്, പല പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, ഫിലോസഫികളുണ്ട്. ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി നമുക്കറിയാം. നീ തന്നെയാണ് നിന്റെ ദൈവം, നീയാണ് തീരുമാനമെടുക്കേണ്ടത്, നിനക്ക് എല്ലാറ്റിനുള്ള അധികാരമുണ്ട്, പാപമൊന്നും ഇല്ല, ദൈവത്തിന്റെ ആവശ്യമില്ല. പാപമില്ലെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗമില്ലെങ്കിൽ നരകമില്ല, നരകമില്ലെങ്കിൽ പാപമില്ല, പിശാചില്ല, പിശാചില്ലെങ്കിൽ കർത്താവായ ഈശോയില്ല, കർത്താവില്ലെങ്കിൽ ന്യായവിധിയില്ല, വിധി ദിവസമില്ല. ആർക്കും ഓരോരുത്തർക്കും ബോധിച്ചതുപോലെ ജീവിക്കാം. ഇതുപോലെയുള്ള പൈശാചികമായിട്ടുള്ള ഇസങ്ങൾ ഇന്ന് ലോകം മുഴുവൻ പിശാചെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ അന്ധകാരത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ തലമുറയെ സാത്താൻ പുതപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണം? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ വിശ്വാസത്യാഗത്തിന്റെ പ്രതിഫലനങ്ങള്, ഈ വിശ്വാസത്യാഗം മൂലം സംഭവിക്കുന്ന ധാർമ്മികമായ അധപതനങ്ങള്, ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ വചനത്തിൽ. ഇതൊന്നും അവിചാരിതങ്ങളല്ല എൻ്റെ സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കരുത് ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്ന അല്ല. ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ആ വചനം ശ്രദ്ധിക്കാം. വെളിപാടിന്റെ പുസ്തകം 12:17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ കൽപ്പനകളെ തകിടം മറിക്കുക. ദൈവം തന്നിരിക്കുന്ന തന്റെ കൽപ്പനകള്, തന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ മക്കള് നിത്യജീവൻ സ്വന്തമാക്കാൻ, തന്റെ കുഞ്ഞുങ്ങള് തന്റെ മാർഗത്തിൽ ജീവിച്ച് അവർ നിത്യതയുടെ അവകാശികളായി മാറാൻ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്. 10 കൽപ്പനകള്, അതുപോലെ തന്നെ സഭാ നിയമങ്ങള്, കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങള്, ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന വിധത്തിൽ ഇന്ന് വിശ്വാസത്യാഗത്തിന്റെ ദുരാത്മാവ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ തകർക്കാനുള്ള വഴി പ്രാർത്ഥനയും പരിത്യാഗവും മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശം കൊണ്ടൊന്നും ഈ പൈശാചിക പീഡ വിട്ടുമാറിയില്ല. ചർച്ചകൾ കൊണ്ടോ മീറ്റിംഗ് കൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല. ഈ പീഡ വിട്ടുപോകണമെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 9:29, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല.
ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. കർത്താവിന്റെ വചനം കൃത്യമായി പറയുകയാണ്, ദൈവ കൽപ്പനകൾ കാക്കുന്നവരെ നശിപ്പിക്കാൻ, അവരുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയാൻ, വിശ്വാസ ത്യാഗത്തിന് പിടിയിലമർത്തി അവരെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് സാത്താൻ കിണഞ്ഞ് പരിശ്രമി. അതിന് ലോകരാജ്യങ്ങളിൽ പാപകരമായ നിയമങ്ങള്, സെക്യുലറിസത്തിന്റെ ചിന്തകള്, റിലേറ്റീവിസത്തിന്റെ ചിന്തകള്, ഇതിനെയൊക്കെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ആരാ പ്രവർത്തിക്കുന്നത്? മാനുഷികമായി നമുക്ക് കുറെ വ്യക്തികളാണ്, ചില പ്രസ്ഥാനങ്ങളൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ എന്നും പിശാചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം തന്നെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. വീണ്ടും ദൈവവചനം പറയാ 12:17 വെളിപാടിൽ, ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ. എന്താ വചനം പറയാം? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ. ഒരുമിച്ച് പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ. അപ്പൊ ഇന്ന് പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സത്യവിശ്വാസത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ, സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ, കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങൾക്കെതിരെ, ദൈവ കൽപ്പനകൾക്കെതിരെ പിശാച് യുദ്ധം ചെയ്ത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് ഈ വിശ്വാസത്തിന്റെ വെളിച്ചം അണച്ചു കളഞ്ഞ് അനേകം ആത്മാക്കളെ നിത്യനാശത്തിനായി പിശാച് ഒരുക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങളെന്ന് ലോകത്തിൽ ദൈവനിഷേധമായി, ദൈവദൂഷണമായി, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളായി, ദയാവധമായി, അബോർഷനായി, ഗേ മാരേജായി, ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ ജഡീകമായിട്ടുള്ള ഒരു പ്രളയം പോലെ എവിടെ നോക്കിയാലും ജഡീക പാപങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം എന്തിനു വേണ്ടിയ? വിശ്വാസത്തെ നശിപ്പിക്കാൻ, വിശ്വാസം തകർക്കാൻ, വിശ്വാസ ത്യാഗത്താൽ ഈ തലമുറയെ ബന്ധിക്കുവാൻ ഇന്ന് പിശാച് ഘോര യുദ്ധം ചെയ്യുക. ഇത് കണ്ടുകൊണ്ടാണ് സ്വർഗം നിലവിളിക്കുന്നത്. ഇതാണ് നമ്മുടെ അമ്മ മാതാവിന്റെ നിലവിളി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ അമ്മ മാതാവ് പലയിടങ്ങളിലും രക്തക്കണ്ണീരൊഴുക്കി ഈ ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു അത്ഭുതമാ. അവിടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കി, ഇവിടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കി. നമ്മൾക്ക് പലപ്പോഴും അത്ഭുതവും ആവേശവുമാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ നമ്മെ നോക്കി ചങ്ക് പൊട്ടി കരയുമ്പോൾ, നമ്മെ നോക്കി വിതുമ്പി തേങ്ങലോടെ കരയുമ്പോൾ നമുക്ക് ആർക്കും അതൊരു അത്ഭുതമോ ആവേശമല്ല. നമ്മുടെ ചങ്ക് പൊട്ടും. നമ്മൾ ചോദിക്കും, അമ്മ എന്തിനാ കരയുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്തിനാ വേദനിക്കുന്നത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി നശിക്കുന്ന ഈ ലോകത്തെ കണ്ടുകൊണ്ട് നിലവിളിക്കുമ്പോൾ എന്തുകൊണ്ടാ നമ്മുടെ അമ്മ കരയുന്നത്? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്തിനാ കരയുന്നത്? എന്തിനാ അമ്മ രക്തക്കണ്ണീരൊഴുക്കുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായി അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് അമ്മ കരയുന്നത്? എന്താ അമ്മ ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞത്? എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി ചങ്ക് പൊട്ടിയ അതിന് ആത്മാവിന്റെ നിറവിൽ വായിക്കണം. മാതാവായി ഞാൻ എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിട്ടും അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക, പരിത്യാഗമെടുക്കുക, നിരവധിയായ മുന്നറിയിപ്പുകൾ പരിശുദ്ധ ത്രിത്വം അമ്മ മറിയത്തിലൂടെ നൽകിയിട്ടും, കർത്താവിന്റെ കാരുണ്യം നിരന്തരം അടയാളങ്ങൾ നൽകിയിട്ടും, നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു, ഇതെല്ലാം നൽകിയിട്ടും എന്താ പറയുന്നത്? മനുഷ്യവർഗം അതിന്റെ വഴങ്ങാത്ത ദൈവനിഷേധത്തിന്റെ, വിശ്വാസ ത്യാഗത്തിന്റെ, ദൈവദൂഷണത്തിന്റെ, കർത്താവിന്റെ ഹൃദയത്തിന് കഠോരമായ വേദന വരുന്നത് ദൈവനിഷേധം. ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം.
പരിത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം. ഇതൊരൊറ്റ വഴിയുള്ളൂ, ഇനി വേറെ ഒരു വഴിയില്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാ ഈ 40 ദിനങ്ങൾ സ്വർഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്? ഈ ലോകത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, ഈ ലോകത്തിനെ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിയെ പകർന്നു കൊടുക്കുവാൻ ഏക വഴി പ്രാർത്ഥനയും പരിത്യാഗവും മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കർത്താവിന്റെ കൃപയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈ സാന്നിധ്യം, അഗ്നി സാന്നിധ്യം, കർത്താവിന്റെ ഫയർ പ്രസൻസ് രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ജനതകളിലേക്ക് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ കെട്ടുകൾ അഴിക്കുന്ന, മുഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം ആയിരങ്ങൾ ഏറ്റെടുക്കുമാർ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അമ്മ മാതാവ് പറയാ, ദൈവനിഷേധത്തിന്റെ വഴിയിൽ മനുഷ്യവർഗം വേഗത്തിൽ ഗമനം ചെയ്തുകൊണ്ടിരിക്കുക. സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു. മുൻകാലങ്ങളെക്കാൾ സർവ ദുഃഖങ്ങളുടെയും അമ്മയാണ് ഞാൻ. എന്താ നമ്മുടെ അമ്മ പറയുന്നത്? മക്കളെ, സഭാ ചരിത്രത്തിലെ മറ്റേത് നാളുകളെക്കാളും മറ്റേത് കാലഘട്ടത്തെക്കാളും മക്കളെ, നിങ്ങളുടെ അമ്മ ഇന്ന് വളരെ വളരെ ദുഃഖിതയാണ്, വളരെ ദുഃഖിതയാണ്. എന്റെ കരുണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു. എന്റെ കരുണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു. ഒരു നിമിഷം ആ കരങ്ങളിൽ നിന്ന് നീട്ടിപ്പിടിച്ച് കർത്താവിനോട് ചേർന്ന്, ആ രക്തക്കണ്ണീരിനോട് ചേർന്ന്, വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കൾക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, മക്കളാകാം, വിശ്വാസം ക്ഷയിച്ചു പോയി, പ്രാർത്ഥിക്കാൻ മനസ്സില്ല, കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, വചനവായനയില്ല, ആത്മീയ കാര്യങ്ങളിൽ മന്ദതയും വിരസതയുമാണ്. വിശ്വാസം ക്ഷയിച്ചു പോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് അമ്മ മാതാവിന്റെ കരം പിടിച്ച് ഈ വരികളൊന്ന് ചേർന്ന് പാടിക്കേ. എല്ലാവരും പാടിക്കേ, ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് പാടിക്കേ. നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ. എന്താണ് നമ്മുടെ അമ്മ പറഞ്ഞത്? മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് ഞാൻ വളരെ ദുഃഖിതയാണ്. കാരണം സ്വർഗം നൽകിയ എല്ലാ അടയാളങ്ങളും അവഗണിച്ചുകൊണ്ട്, കേൾക്കാതെ, അതനുസരിക്കാതെ എൻ്റെ മക്കൾ വളരെ വേഗതയിൽ മുന്നോട്ടു പോവുകയാണ്. ഇത് കണ്ട് അമ്മയുടെ ഹൃദയം പൊട്ടുക, അമ്മയുടെ ചങ്ക് തകരുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരാകണമെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ, കർത്താവേ, നിങ്ങളത് ഇമോഷണലാക്കാൻ പറയല്ല പ്രിയപ്പെട്ടവരെ. എന്തിനാ ഈ 40 ദിനങ്ങൾ? ഇത് സ്വർഗത്തിന്റെ നൊമ്പരമാണ്. നാളുകളായി കർത്താവിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. ഇപ്രകാരം ഒരു ശുശ്രൂഷ എന്റെ ജനത്തിന് നൽകുക. ഈ ഷെക്കേന, ഈ ചാനലിൽ ഞാൻ ജന്മം നൽകിയത് ഇതുപോലെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഈ ലോകത്തെ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി, അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. എന്റെ സഹോദരി സഹോദരങ്ങളെ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ വിശുദ്ധയായ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ആയിരുന്നു മരിയാന ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ. ഒരു ദിവസം ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞു? ദിവ്യഗാനത്തിന് മുൻപ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് സക്രാരിയുടെ മുന്നിലുള്ള കെടാവിളക്ക് അണഞ്ഞുപോയി. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇതൊരു പ്രൊഫറ്റിക്കാണ്. ഇതൊരു പ്രവചനാത്മകമായ ദൂതുകളാണ് കർത്താവ് തരുന്നത്. ശ്രദ്ധിക്കണം, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു വിശുദ്ധയായ മരിയാൻ ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീക്ക് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ, 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വിശ്വാസ തകർച്ചയെക്കുറിച്ചും ധാർമ്മികമായ അധപതനത്തെക്കുറിച്ചും, അത് സഭയിലും ലോകത്തിലും അതിലൂടെ സംഭവിക്കുന്ന വലിയ ആത്മീയമായ മൂല്യച്യുതിയെക്കുറിച്ചും കൃത്യമായി സ്വർഗം സംസാരിച്ചു.
എന്തിനാ സ്വർഗം ഇതെല്ലാം കേട്ട് കൊള്ളാം, നന്നായിരിക്കുന്നു പറഞ്ഞ് പോകാനല്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് മറുപടി നൽകി കർത്താവിന്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് സഹനങ്ങൾ സന്തോഷത്തോടെ കാഴ്ചവെച്ച് നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് അസംഖ്യം ആത്മാക്കളെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നേടണം. ഹല്ലേലൂയ. ശക്തിയോടെ സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ആ വിളക്ക് കെട്ടുപോവുകയാണ്. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം അവിടെ വ്യാപിച്ചു. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് മരിയാന ചോദിച്ചു, അമ്മേ, എൻ്റെ പാപങ്ങളാണോ അമ്മയുടെ ദുഃഖത്തിന് കാരണം? എല്ലാവരും ശ്രദ്ധിക്കണത്, എൻ്റെ പാപങ്ങളാണ് അമ്മയുടെ ദുഃഖത്തിന് കാരണം. അമ്മ മാതാവ് പറഞ്ഞു, ഒരിക്കലുമില്ല. ദുഷ്ടത നിറഞ്ഞ 20-ാം നൂറ്റാണ്ടിന് ഓർത്താണ് ഞാൻ വിലപിക്കുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, 16-ാം നൂറ്റാണ്ടിലെ ഈ പ്രവചന ദൂതുകള് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗം നൽകുകയാണ്. 20-ാം നൂറ്റാണ്ടിനെ ഓർത്താണ് മകളെ ഞാൻ കരയുന്നത്, ഞാൻ നിലവിളിക്കുന്നത്. വീണ്ടും അമ്മ പറഞ്ഞു, പെട്ടെന്ന് പിതാവായ ദൈവത്തിന്റെ സ്വരം മദർ മരിയാന കേൾക്കുകയാണ്. അതോടൊപ്പം ക്രിസ്തുവിന്റെ ശിരസിന് മുകളിലായി നിലകൊള്ളുന്ന 3 വാളുകൾ തെളിഞ്ഞു വന്നു. അവൾ കേട്ട ശബ്ദപ്രകാരമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചൊരുമിച്ച് വായിക്കണം. കുടുംബങ്ങളിലായിരിക്കുന്നവരെ, ഓൺലൈനിലൂടെയും നിങ്ങൾ പല ദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവിൽ ഒരുമിച്ച് വായിക്കണം. നമ്മൾ ഒരു മനസ്സോടെ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൈശാചിക പീഡകള്, തിന്മയുടെ ശക്തികള് അമ്മ മാതാവിന്റെ സാന്നിധ്യ പ്രഭയാൽ, കർത്താവിന്റെ കരുണയുടെ അനന്ത ശക്തിയാൽ അതെല്ലാം തകർക്കപ്പെടും. ഒരുമിച്ച് വായിച്ച്, പാഷാണ്ഡതകൾ ശിക്ഷിക്കപ്പെടും, ദൈവദൂഷണം ശിക്ഷിക്കപ്പെടും, അശുദ്ധി ശിക്ഷിക്കപ്പെടും. താൻ കണ്ട 3 വാളുകളും ഈ 3 മേഖലയിലെ ശിക്ഷകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് സിസ്റ്ററിന് മനസ്സിലായി. എന്നിട്ട് അമ്മ മരിയാനോട് പറഞ്ഞു, ഈ കെട്ടുപോയ വിളക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. അതിലൊന്നാമത്തെ അർത്ഥം ശ്രദ്ധിക്കണം ദൈവമക്കളെ. പരിശുദ്ധ ത്രിത്വം നൽകി ഒന്നാമത്തെ അർത്ഥം ഇതാണ്. സ്വർഗം നൽകി ഒന്നാമത്തെ വെളിപ്പെടുത്തൽ ഇതാണ്. എന്തായിരുന്നു ഒന്നാമത്തെ അർത്ഥം? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ, സത്യവിശ്വാസത്തിന് ഇതിനു വേണ്ടി നമ്മൾ മുട്ടുമടക്കണം. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ മുളച്ചു പൊന്തും. ധാർമ്മിക അപജയം മൂലം വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ കെട്ടുപോകും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ COVID-19 ഈ മഹാമാരി മൂലം മാത്രമല്ല, വളരെ വർഷങ്ങളായി ഈ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുക. അനേകം ഹൃദയങ്ങളിൽ വിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോകുമാറ് സത്യവിശ്വാസത്തിന്റെ പ്രഭ ഇന്ന് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് നിലപാടുകൾ കൃത്യമാക്കുന്നില്ല. പലപ്പോഴും എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിൽ ക്രൈസ്തവ വിശ്വാസം ഇന്ന് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. യേശു ഏകരക്ഷകനാണെന്നും ഈശോയിൽ മാത്രമാണ് നിത്യമായ രക്ഷയെന്നും ഇത്തരത്തിലുള്ള വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിക്കുന്നതിൽ ഇന്ന് സഭാ ശുശ്രൂഷകരിൽ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ ഇന്ന് കൺഫ്യൂഷനിലാണ്. ഏതാണ് സത്യം? ആര് പറയുന്നതാണ് ശരി? ഏതാണ് ശരി? ആശയക്കുഴപ്പങ്ങള്, തെറ്റിദ്ധാരണകള്, സംശയങ്ങള് ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് പിശാച് അനേകരുടെ ജീവിതത്തിലുള്ള സത്യവിശ്വാസത്തിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അത് മസിൽ പവർ കൊണ്ടോ, ബ്രെയിൻ പവർ കൊണ്ടോ, മണി പവർ കൊണ്ടോ, പൊളിറ്റിക്കൽ പവർ കൊണ്ടുള്ള യുദ്ധമല്ല. അത് പരിശുദ്ധാത്മാവിന്റെ പവർ കൊണ്ടുള്ള യുദ്ധമാകണം. ഹല്ലേലൂയ. ഈ യുദ്ധത്തിന്റെ ആയുധങ്ങളാണ് പ്രാർത്ഥന, ഉപവാസം, പരിത്യാഗം, സഹനങ്ങള്. ഇതിനെ തോൽപ്പിക്കാൻ ഒരു പിശാചിനും സാധിക്കില്ല. വിശ്വസിക്കുന്ന ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവ് മറിയം വാൾത്തോർത്തയോട് പറഞ്ഞൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ കർത്താവിൻ്റെ വിക്ടിം സോൾസിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കാണിച്ചൊരു കാര്യമായിരുന്നു. എന്താണ് കർത്താവ് മറിയം വാൾത്തോർത്തയോട് പറഞ്ഞത്? നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
സാത്താനെ കീഴ്പ്പെടുത്തുന്നത് പ്രാർത്ഥന പ്രാർത്ഥനയും സഹനവും കൊണ്ടാണ്, ചർച്ച കൊണ്ടല്ല. ശ്രദ്ധിക്കണം, നമ്മള് ഇന്ന് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, പരിത്യാഗം ചെയ്യേണ്ട സമയത്ത് പരിത്യാഗം ചെയ്യാതെ, കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളെ കൃപയായി സ്വീകരിക്കാതെ പലപ്പോഴും നമ്മൾ ചർച്ചകൾ നടത്തി, മീറ്റിങ്ങുകൾ നടത്തി, അതും ഇതും പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുകയാണ്. ഇതുകൊണ്ടൊന്നും പിശാച് തകർക്കപ്പെടില്ല ദൈവമക്കളെ. ഈശോ പറഞ്ഞത് എന്താ? പിശാചിനെ കീഴ്പ്പെടുത്തുന്നത് ചർച്ചകളല്ല, പ്രാർത്ഥനയും പരിത്യാഗവുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചർച്ചകളിൽ സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോൾ അടിയാ, ബഹളമാണ്. എന്താ കാരണം? ഇതാ അതിന്റെ കാരണം. ആ രഹസ്യം പരിശുദ്ധാത്മ പറഞ്ഞു തരിക. ചർച്ചകളിൽ സംഭവിക്കുന്നത് പിശാച് അവന്റെ തത്വങ്ങളിൽ ഒന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവൻ സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യണം, നമ്മൾ ചർച്ച ചെയ്യണം. മീറ്റിംഗ് നടത്തണം. എന്നാൽ അതുമാത്രം നടത്തി സമയം കളയാതെ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ സ്വർഗം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗം ചെയ്യാൻ സഭ മുഴുവൻ സമ്മേളിക്കേണ്ട സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാഹളമാണ് സഭയിൽ പരിശുദ്ധാത്മാവ് ഈ 40 days പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിലൂടെ മുഴക്കുന്നത്. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:10 എന്താണ് കർത്താവ് പറഞ്ഞത്? ആ വചനം പെട്ടത് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഒരുമിച്ച് എല്ലാവരും ഇത് പറഞ്ഞേ. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുക. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. കർത്താവ് പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ജഡീകമായ പാപസുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, ഈ ലോകത്തിന് ഇമ്പങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, പൗലോസ്ലീഹ സഭയോട് പറയുന്നുണ്ട് വലിയൊരു അടയാളമായിട്ട്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വചനം, പെട്ടത് വചനങ്ങൾ ശ്രദ്ധിക്കുക. ആരും നിങ്ങൾ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവിന്റെ 2-ാം വരവിന് മുൻപ്, പ്രത്യാഗമനത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് സഭയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കർത്താവിന്റെ വീണ്ടും വരവിന് മുൻപ് ലോകമാസകലം വിശ്വാസത്യാഗമുണ്ടാകും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രവചന വചനത്തിന്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്താ? പ്രാർത്ഥനയാണ്, ഉപവാസമാണ്, പ്രായശ്ചിത്തമാണ്, പരിത്യാഗ പ്രവർത്തികളാണ്. വിശ്വാസത്യാഗമുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും ഈ ഒരു നാളുകളിലാണ് ജീവിക്കുന്നത്. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുക ദൈവമക്കളെ. ഇനി ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കാലം ആസന്നമായി. സഭ മക്കൾ മുഴുവൻ ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കൂടുതൽ പ്രാർത്ഥനയിൽ ബലപ്പെടണം, പരിത്യാഗ ശുശ്രൂഷയിൽ ബലപ്പെടണം, വിശുദ്ധിയോടെ ജീവിക്കണം, വിശ്വാസത്തിൽ കത്തിജ്വലിക്കണം. കർത്താവിനോടും പരസ്പരമുള്ള വിശ്വസ്തതയിൽ നമ്മൾ ഒരുമിച്ച് മുന്നേറണം. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇതിനുള്ള ബന്ധത്തിൽ വീണ്ടും തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനം, അവിടെ എന്താ പൗലോസ്ലീഹ പറയുന്നത്? വരും കാലങ്ങളിൽ, ശ്രദ്ധിക്കണമേ, വരും കാലങ്ങളിൽ ചിലർ, കപടമായ ആത്മാക്കള് ഇന്ന് സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ, സത്യവിശ്വാസത്തെ കെടുത്തിക്കളയാൻ പല സെക്റ്റുകള്, പല വിധത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകള്, നേരത്തെ പറഞ്ഞതുപോലെ സെക്യുലറിസം, ഹ്യൂമാനിസം, റിലേറ്റീവിസം, ന്യൂ ഏജ് മൂവുകള്,
ഫ്രീമേസൺ പോലെയുള്ള പൈശാചിക സംഘടനകള്, പിശാച് രൂപം കൊടുത്തിരിക്കുന്ന പല പല ഫിലോസഫികള്, ഇതെല്ലാം ഇന്ന് ലോകത്തിൽ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിനൊക്കെ ഏക ലക്ഷ്യം എന്താ? സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുക. അങ്ങനെ ജനത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയാ, അവരെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ പുറകെ കുറെ മനുഷ്യര്, ചില പ്രസ്ഥാനങ്ങൾ, ചില വ്യക്തികളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ശ്രദ്ധിക്കുക, അവർ പോലും അറിയുന്നില്ല അവർ പലപ്പോഴും പിശാചിന്റെ അണ്ടർ കവർ ഏജൻസ് ആയി മാറുന്നത്. അണ്ടർ കവർ ഏജൻസ് ആണ് അവര്. ഇവിടെ കൃത്യമായ വചനം കപടാത്മാക്കളിലും വീണ്ടും എന്താ പറയുന്നത്? പിശാചിന്റെ പിശാചിന്റെ പ്രബോധനങ്ങളുണ്ട്. നീ തന്നെയാണ് നിന്റെ ദൈവം, നിനക്ക് വേറൊരു ദൈവത്തിന്റെ ആവശ്യമില്ല, പാപമൊന്നില്ല, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, നീയാണ് നിന്റെ ദൈവം, നിനക്കെല്ലാം തീരുമാനിക്കാൻ ഇച്ഛാശക്തിയുണ്ട്. എത്ര സുന്ദരമായ സുവിശേഷം ഇത്! എത്ര നല്ല വചനങ്ങളാണിത്! ഇതാണ് പിശാചിന്റെ ഡോക്ട്രീൻസ്. എന്തിനു വേണ്ടി? വിശ്വാസത്തെ തകർക്കാൻ, സത്യവിശ്വാസത്തെ കെടുത്തിക്കളയാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ട്രാപ്പുകൾ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ ഇതുപോലെ പിശാച് അനേകം ചതിക്കുഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചഞ്ചല മനസ്കരും സംശയാലുക്കളുമായ ആത്മാക്കളെ ഈ ചതിക്കുഴികളിൽ പെടുത്തിക്കളഞ്ഞ് അവരുടെ ആത്മരക്ഷ നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! ഈശോയെ നന്ദി. അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങളിൽ, തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളിൽ, കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കഞ്ചിക്കോട്ട് നമ്മുടെ അമ്മ വന്നു, റാണി ചേച്ചിയിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കൊളോസ്യർ 2:8 അവിടെ സ്ലീഹ പറയാണ്, ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനു മാത്രം ചേരുന്നതുമായ വ്യർത്ഥ പ്രലോഭനങ്ങൾക്കും തത്വചിന്തകൾക്ക്, അങ്ങനെയുള്ള പൈശാചികമായ ഫിലോസഫികൾക്ക് ആരും നിങ്ങളെ ക്രിസ്തുവിനെ യോജിക്കാത്ത ഒന്നും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷ സത്യങ്ങൾക്ക് യോജിക്കാത്ത നമുക്ക് വേണ്ട. അതെത്ര സുഖം തരുന്നതും നേട്ടം തരുന്നതുമാണെങ്കിലും അതിനോട് നോ പറയാനുള്ള ചങ്കൂറ്റമാണ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് വേണ്ടത്. ഹല്ലേലൂയ! യേശുവേ നന്ദി. പിശാചിന്റെ പ്രബോധനങ്ങളിൽ ശ്രദ്ധയാകർഷിച്ച അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെയാണെങ്കിൽ വ്യക്തമായി പറയുന്നത് വചനം പഠിപ്പിക്കുന്ന. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു നിരാശിതരും വിഷാദികളുമായ ആത്മാക്കള്. ഇന്നലെ നമ്മൾ കണ്ടു പ്രണയ കുരുക്കിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കള്, ഗർഭിഷ്ഠരും അഹങ്കാരികളുമായ ആത്മാക്കള്, മദ്യപാനികളും മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ട ആത്മാക്കള്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ ഇന്ന് ഈ വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് എത്ര ജപമാല ചൊല്ലാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് എന്തുമാത്രം കരുണക്കൊത്ത് ചെല്ലാൻ പറ്റും, പരിത്യാഗങ്ങൾ ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വർഷിക്കാൻ പറ്റും, സംസാരത്തിൽ മിതത്വം, ചപ്പും ചവറുകളൊക്കെ പറഞ്ഞ് മിതത്വം പാലിച്ച് കുറെ കൂടി ആന്തരികമായ നിശബ്ദത്തിലേക്ക് വരാൻ പറ്റൂ. എൻ്റെ ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കുന്ന വിനോദങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഉപവസിക്കാൻ പറ്റൂ. ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, മെജുഗുറിയയിൽ അമ്മ പഠിപ്പിച്ച ഉപവാസമുണ്ട്. നിങ്ങൾ ലോകത്തിലെ വിനോദങ്ങളിൽ ഉപവസിക്കുക. സിനിമകളിൽ, സീരിയലുകളിൽ, ലോകത്തിന്റെ അടിപൊളികളിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. അതിന് ഭയങ്കര പവറാണ്. സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് അത് കൃപയായി സ്വീകരിക്കുക ദൈവമക്കളെ. തുറന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായ ശുശ്രൂഷകൾ പരിശുദ്ധാത്മ നൽകുകയാണ്. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഇനിയും ഇതറിയാത്ത 10,000 ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് വലിയൊരു ദൈവ നിയോഗമായി നമ്മൾ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 675 ഖണ്ഡികയിൽ സഭ പറയുകയാണ്. എന്താ സഭ പറയുന്നത്? നമുക്കത് ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ പരീക്ഷയിലൂടെ 6 നാളുകളിൽ നമ്മൾ കടന്നു പോകുന്നത്. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മ സഭയ്ക്ക് വെളിപ്പെടുത്തി കർത്താവ് വീണ്ടും വരുന്നതിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകും. ഇന്ന് സഭ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ. സഭ അധിക്ഷേപിക്കപ്പെടുന്നു, സഭ അപമാനിക്കപ്പെടുന്നു, സഭ ഒരുപാട് മുറിവേൽപ്പിക്കപ്പെടുന്നു. എന്താണ് ദൈവത്തിന് ആത്മാവ് പറയുന്നത്? അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ സത്യവിശ്വാസം തീ പോലെ കത്തിപ്പടരുവാൻ നമ്മൾ ത്യാഗമെടുത്ത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഭയിൽ വലിയൊരു വാഴ്ത്തപ്പെട്ട വളരെ വിശുദ്ധിയിൽ ജീവിച്ചൊരു മിസ്റ്റിക്കായിരുന്നു ആൻ കാതറിൻ എംറിച്ച്. ഈ ആൻ കാതറിൻ എംറിച്ചിനെ കർത്താവ് അനേകം അനുഭവങ്ങൾ, ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒക്കെ ഈ ആൻ കാതറിൻ എംറിച്ചിന് കിട്ടിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് അവൾ കണ്ട ദർശനം? സത്യവിശ്വാസം നഷ്ടപ്പെട്ട സഭാ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളാൽ തകർന്ന അവസ്ഥയിലെത്തിയ ബസിലിക്കയുടെ ദർശനം കണ്ട് ഞാൻ നിലവിളിച്ചു. ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്താ കർത്താവ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, ഈ ബസിലിക്ക സഭയുടെ പ്രതീകമാണ്. സഭ നിശേഷം തകർക്കപ്പെട്ടു. നമ്മൾ പലരും പറയുന്നുണ്ട് സഭ തീർന്നു, സഭ അവസാനിച്ചു, ഇനി സഭയ്ക്ക് വളർച്ചയില്ല, അഭിനന്ദ പിതാക്കന്മാർക്കും വന്യ വൈദികർക്കും ഇനി രക്ഷയില്ല, പഴയതുപോലെ ജനത്തിഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല, എന്തൊക്കെയെന്ന് അനേകരെ പടച്ച് അടിച്ചു വിടുന്നത്. സഭ തീർന്നു എന്ന് ചിന്തിക്കുന്ന ആ നാളുകൾ ഇന്ന് അനേകർ ചിന്തിക്കുന്നുണ്ട്. ഈ വിധം സഭയ്ക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇതിനുള്ള ബന്ധത്തിൽ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നമുക്കതൊന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാം, വേഗത്തിൽ ശ്രദ്ധിക്കാം. സഭ നിശേഷം തകർക്കപ്പെട്ടെന്ന് കരുതുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ നീ ദർശനത്തിൽ കണ്ടവരുടെ പിൻബലത്തോടെ അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കള് സഭയുടെ വിശ്വസ്തരായ സന്താനങ്ങളിലൂടെ സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും സഭയുടെ രാജാവും കർത്താവുമായ ഈശോയും ചേർന്ന് വീണ്ടും സഭയെ പൂർവാധികം മഹത്വത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. സഭയിൽ സത്യവിശ്വാസം കാട്ടുതീ പോലെ പടരാൻ, വന്യവൈദികരെ സത്യവിശ്വാസത്തിന്റെ പ്രേക്ഷിതരും പ്രഘോഷകരുമാകാൻ. നമുക്കറിയാം കേരള സഭയിലും അപൂർവം ചില വൈദികരെ ഈ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യുന്നതായി നമ്മളൊക്കെ കാണുന്നുണ്ട്. ദൈവമക്കളെ, ആരും കുറ്റം പറയേണ്ട, വിധിക്കേണ്ട, പ്രാർത്ഥിക്കണം. ഇതിനുള്ള ബന്ധത്തിൽ അമ്മ മാതാവ് പറഞ്ഞു, ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ പ്രഥമമായി അജപാലകരിൽ തന്നെയുള്ള വിശ്വാസരാഹിത്യം കണ്ടു. വിശ്വാസരാഹിത്യം മൂലം സഭയിലുടനീളം അതിഭീമാകാരമായ മതനിരപേക്ഷത പടർന്നു പന്തലിച്ചിരിക്കുന്നു. സൂക്ഷ്മമായ ആകർഷണീയ മാധ്യമങ്ങളിൽ പലരും യൂട്യൂബ് ചാനലിൽ ഇരുന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ വിശ്വാസങ്ങൾക്കും ദൈവജനത്തിൽ സംഭവിക്കുന്ന ആ സത്യങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ സോഷ്യൽ മീഡിയയിലെ, യൂട്യൂബിലെ, മറ്റു പല ചാനലുകളും ചർച്ച ചെയ്ത്, അതാണ് ഇവിടെ അമ്മ മാതാവ് പറയുന്നത്. ഞാൻ ചിന്തിക്കുക, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. എന്താണ് സ്വർഗം പറയുന്നത്? ആകർഷണീയമായ മാധ്യമങ്ങളിലൂടെ ഈ മതനിരപേക്ഷത എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇവ അനേകരെ സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അകറ്റുകയും അതിനൂതനങ്ങളായ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളെ അതിനൂതനങ്ങളായ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളെ അനുധാവനം ചെയ്യുവാൻ
പാപത്തിലും തിന്മയിലും വഴി നടക്കുവാൻ അനുശാസിക്കുകയും ചെയ്യുന്നു. പകർച്ചവ്യാധികളാലും മാരക രോഗങ്ങളാലും അനേകർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക COVID-19 മൂലം ലക്ഷങ്ങൾ മരിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഈ സ്വർഗത്തിന്റെ സന്ദേശങ്ങളൊക്കെ ആദ്യമേ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല വിനാശങ്ങളും മാറിപ്പോകുമായിരുന്നു. ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയിലൂടെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ആവേ മരിയ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമക്കളെ, വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൽ നിന്ന് തീയിറങ്ങട്ടെ. അഗ്നി സാന്നിധ്യം, ഫയർ പ്രസൻസ് സാധിക്കുന്നതിന് മുട്ടുകുത്തിക്കും. എല്ലാം പറ്റുന്നവരൊക്കെ ഒന്ന് മുട്ടുകുത്തി നിന്നോ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ആരും ശ്രദ്ധിക്കേണ്ട. അപ്പനും അമ്മയും മക്കളും ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വന്യ വൈദികരെ ആയിരിക്കുന്നത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ലോകത്തിന് വേണ്ടി വിശ്വാസത്യാഗത്തിന് പിടിയിൽ നിന്ന്, വിശ്വാസത്യാഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, വിശ്വാസത്യാഗത്തിന്റെ അടിബന്ധത്തിൽ നിന്ന് കർത്താവേ, ലോക ജനതയെ രക്ഷിക്കണമേ. നിന്റെ ജനത്തെ വിമോചിപ്പിക്കണമേ. കരുണ കാണിക്കണമേ. കരുണ ചൊരിയണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ, ഈശോയെ. സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കെട്ടുപൊട്ടട്ടെ. വിശ്വാസത്യാഗത്തിന്റെ പിടികൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം തീ പോലെ ഇറങ്ങട്ടെ. എല്ലാ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ കർത്താവേ വ്യാപിക്കട്ടെ. അബോർഷൻ, ദയാവധം, കർത്താവേ, ഗേ മാരേജ്, ദൈവനിഷേധങ്ങൾ, ദൈവദൂഷണങ്ങൾ, ജഡിക പാപങ്ങൾ, വിശ്വാസത്യാഗത്തിന്റെ പ്രവർത്തികൾ അങ്ങയുടെ കരുണയുടെ അനന്ത ശക്തിയാൽ നിർവീര്യമാകട്ടെ. പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകം ആത്മാക്കൾ രക്ഷപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ നമ്മുടെ അമ്മ മാതാവ് കേരളത്തിലെ കഞ്ചിക്കോട്ടും അമ്മ വന്നു. റാണി ചേച്ചിയിലൂടെ ഒരു പാവപ്പെട്ട സാധാരണ ഒരു കുടുംബിനി സ്വർഗത്തിന് ആരെ വേണം തിരഞ്ഞെടുക്കാം. പലപ്പോഴും ഈ കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് കിട്ടിയ സന്ദേശങ്ങളൊക്കെ ഞാൻ ആദ്യ നാളുകളിൽ ഞാനത് നിങ്ങളോട് ഏറ്റു പറയാം. പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അവജ്ഞയോടെ ഈ സന്ദേശങ്ങളൊക്കെ കണ്ടൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ഈശോയുടെ നാമത്തിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുകയാണ്. പരസ്യമായിട്ടത് ഏറ്റു പറയണത് മക്കളെ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 10-25 വർഷങ്ങളായി സ്വർഗ ഈ സന്ദേശങ്ങൾ കൊടുത്തിട്ടും അധികാരം ഇത് അറിഞ്ഞിട്ടില്ല. ഇത് ലോകം അറിയേണ്ട സമയമായി, ഇത് ജനങ്ങൾ അറിയേണ്ട സമയമായി. ഇനിയും ഇത് ജനത്തെ അറിയിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ വലിയ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. ഇതിനോട് ബന്ധപ്പെട്ട അഭിമന്യ പിതാക്കന്മാരോടും ഇതിനോട് ബന്ധപ്പെട്ട വന്യ വൈദികരോടും ഒക്കെ സംസാരിച്ചപ്പോൾ അത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം റാണി ചേച്ചിയോട് കണ്ടു. ചേച്ചി പറഞ്ഞു, സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് കീഴ്പ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാൻ ഇന്നലെ ഷൂട്ടിങ്ങിനൊക്കെ അവിടെ ചെന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ കർത്താവിൻ്റെ കരം വന്ന് ഈ മെസ്സേജുകൾ പറയുമ്പോൾ അമ്മ മാതാവ് ശക്തമായി അങ്ങ് ഇടപെടുകയാണ്. ഒരു അതിശയോക്തി പറയല്ല. റാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ കൂടുതൽ. ഇതുപോലെ ദൈവം തിരഞ്ഞെടുത്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ, ഹൃദയവിശാലതയോടെ ഈ സന്ദേശങ്ങൾ കേൾക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. പലരും ചിന്തിക്കുക, ഈ സന്ദേശങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളാണോ? ഇതുപോലുള്ള സ്വകാര്യ വെളിപ്പാടുകൾ ദൈവജനം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനെക്കുറിച്ച് സഭ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പല മിസ്റ്റിക്കുകൾക്കും പല വിശുദ്ധർക്കും ഇതുപോലെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ കിട്ടുന്നത് സഭയുടെ പൊതു വെളിപാടുകൾക്ക് വിരുദ്ധമായി സ്വകാര്യ വെളിപാടുകൾ ഇല്ലാത്തടത്തോളം കാലം സഭയ്ക്കത് സ്വീകാര്യമാണ്. സഭ എന്താ പറയുന്നത്? CCC 67 പറയുന്നുണ്ട് ആ വചനം, വിശുദ്ധരിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വകാര്യ വെളിപാടുകൾ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല, എന്നാൽ ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തിയാക്കുകയോ അല്ല. ക്രിസ്തുവിലൂടെ പൊതു വെളിപാടൊക്കെ പൂർത്തീകരിച്ചു. എന്നാൽ സഭ പറയാണ്, ഒരു പ്രത്യുത ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ വെളിപാടിന് അനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാൻ
സഹായിക്കുക എന്നതാണ് ഈ സ്വകാര്യ വെളിവ്. അതാണ് ഈ മിസ്റ്റിക്കുകളിലൂടെ. ഇതൊന്നും സഭ നിഷേധിക്കുന്നില്ല. സഭയുടെ പൊതു വെളിപാടുകൾക്ക് അത് വിരുദ്ധമാകുന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളയേണ്ട ആവശ്യമുള്ളൂ. അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക, പരിത്യാഗമെടുക്കുക, ഇതൊക്കെ സഭ എന്ന് അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് ദൈവം തെരഞ്ഞെടുത്ത ഈ പ്രിയപ്പെട്ട സകനാത്മാക്കളിലൂടെയൊക്കെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, മുൻവിധിയില്ലാതെ ഹൃദയവിശാലതയോടെ സ്വർഗം നൽകുന്ന ഈ ദൂതുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവ് പറയുന്നത് അനുസരിക്കുക. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുത്തു പോകാതെ നമ്മൾ പരിത്യാഗം ചെയ്യണം, പ്രാർത്ഥിക്കണം, സഹനങ്ങൾ കൃപകളാക്കണം, ഉപവസിക്കണം. സ്വർഗം പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ അനുവർത്തിച്ച് പോകുമ്പോൾ കൂടുതൽ കൃപയും അഭിഷേകം തരും. പ്രാർത്ഥനയോടെ നമുക്ക് റാണി ചേച്ചിയിലൂടെ സ്വർഗം നൽകിയ സന്ദേശങ്ങൾ കേൾക്കാം. 1997 ജൂൺ 6 തിരുഹൃദയ തിരുനാളായിരുന്നു. അന്ന് ഈശോ തന്നൊരു സന്ദേശമുണ്ട്. ഈശോയുടെ തിരുഹൃദയം തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈശോ സംസാരിച്ചത്. മക്കളെ, വേദനിക്കുന്ന ഈ ഹൃദയത്തിൽ ഒത്തിരി നിഗൂഢ രഹസ്യങ്ങളുണ്ട്. മകളെ, ഈ ലോകത്തിൻ്റെ വേദനിക്കുന്ന ദുഃഖരഹസ്യങ്ങൾ ഞാൻ ഇന്നും ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ഹൃദയം മുറിവാക്കപ്പെടുന്നു. അന്ന് മുറിവേറ്റ് എന്നല്ല ഈശോ പറയുന്നേ. ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയം ഇന്നും മുറിവാക്കപ്പെടുന്നു എന്ന് ഈശോ പറയുന്നു. ഒരുപക്ഷെ മാനുഷിക ബുദ്ധിക്ക് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ നമ്മൾ ഉത്സുകരാകുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. മക്കളെ, നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ. ഈശോ പറയാ, മക്കളെ, നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ. അത് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയല്ല, കാണിക്കാൻ വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്, പ്രാർത്ഥിക്കുന്ന പുരുഷനാണ് എന്ന് കാണിക്കാനല്ല. ഹൃദയം നുറുങ്ങണമെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ മൂടുപടമിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല. ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പൊ ഹൃദയത്തിനൊരു നുറുങ്ങലുണ്ട്. ആ നുറുങ്ങല് രക്തധമനികളിലൂടെ രക്തമോടാത്തത് കൊണ്ടുള്ള നുറുങ്ങലല്ല, ഹൃദയവ്യഥ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈറ്റുനോവ് അനുഭവിച്ച് പ്രാർത്ഥിക്ക്. അതാണ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ആ പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്ക്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ? കർത്താവിൻ്റെ ഹൃദയവേദന മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈശോ പറയാ, മക്കളെ, നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ. ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്ന നിമിഷങ്ങൾ വർദ്ധിച്ചു വരുന്നു. മക്കളെ, എൻ്റെ ഹൃദയവേദന നിങ്ങൾ മനസ്സിലാക്കൂ. ഹൃദയം നിറഞ്ഞ സ്തുതി ജീവിതം ഈ ലോകത്തിൽ മനുഷ്യ മക്കളിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ? ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാ? നുറുങ്ങിയ ഹൃദയ സ്നേഹമില്ലാത്തത് കൊണ്ട്. നുറുങ്ങപ്പെട്ട കർത്താവ് എൻ്റെ അരികിലേക്ക് വരാൻ കണ്ടുപിടിച്ച വലിയ മാർഗമാണ് ദിവ്യകാരുണ്യം എന്നറിയാത്തത് കൊണ്ട്. ദിവ്യകാരുണ്യം സാത്താൻ സേവകർക്ക് കൊണ്ട് വിറ്റിട്ട് ഹൃദയം നുറുങ്ങാതെ, ഹൃദയത്തിലൊരു ചാഞ്ചല്യവുമില്ലാതെ ലോകത്ത് വിരാജിച്ച് ലക്ഷപ്രഭുക്കളായി ജീവിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പലയിടങ്ങളിലും ബ്ലാക്ക് മാസ് നടക്കുന്നുണ്ടായിരിക്കാം. ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതനുസരിച്ച് മനുഷ്യൻ അലസനായി ഉറങ്ങി വിശ്രമിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ സാത്താൻ സേവകരുടെ കത്തിയുടെ മുൾമുനയില് അവിടുന്ന് പിടയുകയാണ്. എന്റെയും നിന്റെയും പേര് വിളിച്ചിട്ട്. ദിവ്യകാരുണ്യത്തെ അവഹേളിക്കരുതേ. വിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയില്ലെങ്കിൽ സാത്താൻ സേവകർ എന്തിന് ദിവ്യകാരുണ്യം മാത്രം എടുത്തുപയോഗിക്കണം? മക്കളെ, കരങ്ങൾ ഉയർത്തണം, ഹൃദയം ഉയർത്തണം, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യം അവഹേളിക്കാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ കുറവ് ഈ ലോകത്തുണ്ടാകരുത്. എൻ്റെയും നിങ്ങളുടെയും സമർപ്പണത്തിന്റെ കുറവ് ഈ ലോകത്തുണ്ടാകരുത്. ഞാനും നിങ്ങളും സ്വീകരിക്കാതെ പോകുന്ന ദിവ്യകാരുണ്യം സാത്താന്റെ അറവശാലയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാത്താൻ ഏജന്റിനെയും അനുവദിക്കരുത്. അവന്റെ കരങ്ങൾ ദിവ്യകാരുണ്യം കാണുമ്പോൾ കൂപ്പണം, കരങ്ങൾ കൂപ്പണം. അവൻ ദിവ്യകാരുണ്യം കട്ടെടുക്കാൻ പോകുമ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങണം. എങ്ങനെയാണ് അത് സംഭവിക്കുക? എൻ്റെയും നിങ്ങളുടെയും പ്രായശ്ചിത്ത പ്രാർത്ഥന വഴിയായിട്ട് പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, എന്നിട്ട് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കണം. എൻ്റെ മകളെ, ഈ ഹൃദയം ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട്
ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന രശ്മികൾ പുറപ്പെടുന്ന കർത്താവിൻ്റെ ഹൃദയം കാണിച്ചു തന്നിട്ട് കരുണയുടെ വറ്റാത്ത ഉറവ തുറന്ന് ഈശോ പറഞ്ഞു, ഇതിൽ നിന്ന് പുറപ്പെടുന്ന കരുണയുടെ ജലത്തിൽ പാപികളായ മക്കളെ മുക്കിയെടുക്കൂ, പ്രകാശക്കടലിൽ നിന്ന് കൃപകൾ സ്വീകരിക്കൂ, അജ്ഞാതമായ പ്രവചനങ്ങളെ തീർത്തും അവഗണിക്കൂ, ആരും ആരെയും വഴിതെറ്റിക്കാതിരിക്കാൻ പരിശ്രമ ബുദ്ധിയോടെ ആത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ. ഈശോ വീണ്ടും പറയുക, പരിശ്രമ ബുദ്ധിയോടെ ആത്മാവിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ. മാമോദീസായിലൂടെ നമ്മിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവിന് കോട്ടം പറ്റാതെ ആത്മാവിനെ ഉണർത്തി പ്രാർത്ഥിക്കുവിൻ. മനുഷ്യാത്മാവല്ല, മനുഷ്യാത്മാവിൽ ദൈവാത്മാവ് നിറയുമ്പോഴാണ് പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുക. അതുകൊണ്ട് ഈശോ പറയുക, ആത്മാവിനായി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവ വറ്റാതെ വരളാതെ നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ ഉറവയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നൽകാൻ ഈശോ സന്നദ്ധനാണ്. ഈശോ ഇതാ എൻ്റെയും നിങ്ങളുടെയും അരികിൽ തുറന്ന ഹൃദയവുമായിട്ട് പറയാ, മകളെ, മകനെ, ഓടിവാ, എൻ്റെ ഹൃദയത്തിൻ്റെ അരികിലേക്ക് വാ. നീ എത്ര വലിയ പാപിയാകട്ടെ, എത്ര വലിയ വിശുദ്ധനോ ആകട്ടെ, നീ വാ. ഈ ഹൃദയത്തിൽ നിന്ന് നീ ദാഹത്തോടെ കുടിക്ക്, ദാഹജലം സ്വീകരിക്ക്, ആത്മാവിനെ സ്വീകരിക്കുക എന്ന്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജലം ജീവന്റെ ജലമാണെന്ന് അറിയാവുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മകനെ, മകളെ, ആ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്ക് ദാഹജലം. ലോകത്തിൻ്റെ മുൻപിൽ വാ തുറന്ന് കുടിക്കരുത്. മദ്യവും മറ്റു മയക്കുമരുന്നുകളും ലൗകിക സുഖങ്ങളും ജഡസുഖങ്ങളും ആർത്തിയോടെ കുടിക്കാൻ നീ വാ തുറക്കാറില്ലേ? ആ വാ അടച്ചു കളയി. എന്നിട്ട് നിനക്ക് ദൈവം തന്ന വിശുദ്ധിയുടെ വായുണ്ട്, അത് ദൈവസ്തുതികൾ കൊണ്ട് നിറച്ചിട്ട് കർത്താവിൻ്റെ കരുണയുടെ ഹൃദയത്തിനരികിലേക്ക് ഓടിവാ. നീ മടിക്കേണ്ട. നീ ഇപ്പോൾ പന്നിക്കുഴിയിലാണെങ്കിലും പേടിക്കേണ്ട കുഞ്ഞെ, ഓടിവാ എന്ന ഈശോ പറയുന്നേ. ആ കരുണയുടെ ഉറവയുടെ അരികിലേക്ക് ഓടി വന്നിട്ട് ദാഹാർത്തനെ പോലെ നമുക്ക് ആ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ജലത്തെ ആവോളം പാനം ചെയ്യാം. ആ പാനം ചെയ്യാനുള്ള വഴിയാണ് പ്രാർത്ഥന. ഈശോ പറയാ, ദാഹിച്ച് പ്രാർത്ഥിക്ക്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്ക്. കള്ളപ്രവാചകന്മാരും ഭാഷാവരങ്ങൾ ഉപയോഗിക്കുന്നവരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഭാഷാവരം ഉപയോഗിക്കുന്നവരെല്ലാം വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ല. കള്ളപ്രവാചകന്മാർ, കള്ള നാണയങ്ങളെ തിരിച്ചറിയാനാ ഈശോ പറയുന്നേ. ഈ കാലഘട്ടത്തിൽ സ്തുതിപ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുർബാനയ്ക്ക് പോകാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കള്ളപ്രവചനങ്ങൾ നടത്തിയിട്ട് മനുഷ്യരെ ഭയപ്പെടുത്തിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വന്തത്തിനും ബന്ധത്തിനും വില കൊടുക്കാതെ സ്വന്തം ബന്ധങ്ങളെ അന്യായമായി കുറ്റം വിധിച്ചും സ്വയം നീതീകരിച്ചും ന്യായീകരിച്ചും പ്രശംസാപാത്രമാക്കി ഉയർത്തിയും മറ്റുള്ളവരെ അവഗണിച്ചും ജീവിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് ഈശോയ്ക്ക് വേദനയുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളെ അവഗണിക്കണമെന്നാ ഈശോ പറഞ്ഞു തന്നിരിക്കുന്നേ. ആത്മീയ തൻ്റെയിടം വേണം അതിന്, ആത്മീയ നിറവ് വേണം അതിന്. സത്യത്തെ സത്യമായി കാണാൻ, അസത്യത്തെ അസത്യമായി കാണാൻ, തിന്മയെ തിന്മയെന്ന് പറയാൻ, നന്മയെ മുറുകെ പിടിക്കാൻ ദൈവത്തിൻ്റെ കരുണയുടെ പ്രവാഹത്തിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നേ, കള്ളപ്രവാചകന്മാരും ഭാഷാവരങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ വഴിതെറ്റിക്കുന്നവർ ഇറങ്ങിയിരിക്കുന്നു, വിശ്വസിക്കരുത്. എൻ്റെ ഹൃദയത്തിൽ അഭയം തേടിയാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, തീർച്ച. മക്കളെ, പാപം 10 മടങ്ങ് വർദ്ധിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥന ഇനിയും ദുർലഭ്യമായിരിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയാ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവനാ ശിഷ്യന്മാരെ. ഈശോ പഠിപ്പിച്ചതല്ലേ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയിൽ എല്ലാ ദിവ്യ രഹസ്യങ്ങളുമില്ലേ? മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്നില്ലേ? മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, പാപം പൊറുക്കേണ്ടത്, തിന്മയിൽ നിന്ന് അകലേണ്ടത്, പ്രലോഭനങ്ങളിൽ വിജയം വരിക്കേണ്ടത്, അതെങ്ങനെയാണ്? സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം അനുവർത്തിച്ചുകൊണ്ടല്ലേ. ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ഈശോ പറയാ, പാപം 10 മടങ്ങ് വർദ്ധിക്കുന്നു,
നിരന്തരം പ്രാർത്ഥിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഇതാ ഇപ്പോൾ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസരം വന്നിരിക്കുന്നു. ഇത് 40 ദിവസം കൊണ്ട് അവസാനിപ്പിക്കരുത്. നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നീ പ്രാർത്ഥനയായി മാറുകുഞ്ഞേ, നിന്റെ ജീവിതം പ്രാർത്ഥനയാക്ക്. ഇത് പറയുമ്പോൾ എന്താ ഈ റാണി ഇവിടെ നിന്ന് പറയണേന്ന് ചിന്തിക്കേണ്ട. പ്രാർത്ഥനയാക്കി മാറ്റുക എന്ന് പറയും, നമുക്കത് സാധിക്കും. നമ്മെക്കൊണ്ട് കഴിയാത്തതൊന്നും ഈശോയും മാതാവും നമ്മളോട് പറയില്ല. നമ്മുടെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ഒരു പ്രചോദനത്താൽ നമ്മൾ നിറയണം. ആ നിറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നത് തീരുമാനിക്കുന്നത് വിചാരിക്കുന്നത് വികാരത്തിൽ പോലും ആ ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഊർജ്ജസ്വലതയുള്ള മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ പറയുന്ന, മക്കളെ, ലോകം നിങ്ങളെ ദ്വേഷിച്ചാൽ നിങ്ങൾ ഭയപ്പെടരുത്. ഇന്നത്തെ ജീവിതം എൻ്റെ അമ്മ നിങ്ങൾക്ക് സമ്മാനമായി നൽകാൻ എന്നോട് ആവശ്യപ്പെടുന്നു. അമ്മ മാതാവ് ഓരോ ദിവസവും ഈശോയോട് പറയൂത്രേ, മോനെ, ഇന്നത്തെ ജീവിതം ഒരു സമ്മാനമായിട്ട് എൻ്റെ കുഞ്ഞിന് കൊടുക്ക്, റാണിക്ക് കൊടുക്ക്, അല്ലെങ്കിൽ ജോണിന് കൊടുക്ക്. ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അമ്മ പറയും. അതിൻ്റെ അർത്ഥം എന്താ? അമ്മ നിരന്തരം നമ്മളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അമ്മ പ്രാർത്ഥിക്കുന്ന സമയം മക്കൾ ഉറങ്ങിയാൽ എന്താ സംഭവിക്കുക? മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് ഉണർവുള്ളവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ മുൻപിൽ പരിശുദ്ധ കുർബാനയായ ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും നമ്മുടെ കർത്താവുമായ ഈശോയെ ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. എല്ലാം മറന്ന് സാധിക്കുന്നവരെ അല്പം പരിത്യാഗമെടുത്ത് പറ്റുന്നവരെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കുക. കുടുംബങ്ങളിലായിരിക്കുന്നവരെ, വിവിധ സമൂഹങ്ങളിലായിരിക്കുന്നവരെ, സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കാം. നമുക്ക് ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കഠിന ഹൃദയങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളും കെണികളും ചതികളും പ്രാർത്ഥനയുടെ അഗ്നിയാൽ നിർവീര്യമാകാൻ കരമുയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. ഈശോയേ, പരിശുദ്ധ കുർബാനയെ, ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനെ, ആരാധന 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 ആരാധന. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് കർത്താവിന്റെ തീ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈശോ ഈശോ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവ്, ജീവനുള്ള ദൈവം തിരുവോസിയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഹൃദയം തുറന്ന് നമ്മൾ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. സ്വർഗ്ഗം നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന സമയം, വിശ്വാസത്യാഗത്തിന്റെ സകല പൈശാചിക പീഡകളും കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യത്താൽ നിർവീര്യമാകുവാൻ അവിടുത്തെ കൃപയോട് സഹകരിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ചേച്ചിയിലൂടെ അമ്മ മാതാവ് നൽകിയ സന്ദേശം നമ്മൾ കണ്ടു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞെ, നീ പ്രാർത്ഥനയായി മാറുക. പ്രാർത്ഥനയും പരിത്യാകുന്നതിന്റെ ജീവിതത്തിന്റെ മുദ്രകളായി തീരട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരം നൽകുവാൻ, സ്വർഗത്തിന്റെ കണ്ണുനീരിനെ മറുപടി നൽകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും
ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വിവേചിച്ചുകൊണ്ട് നമ്മൾ ഉദാസീനരാകേണ്ട സമയമല്ല ഇത്. നമ്മൾ അലസതയിലായിരിക്കേണ്ട സമയമല്ല ഇത്. നമ്മൾ നിസ്സംഗതയിലും നിഷ്ക്രിയത്വത്തിലായിരിക്കേണ്ട സമയമല്ല ഇത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളാണിത്. പരിത്യാഗം ചെയ്യേണ്ട സമയങ്ങളാണിത്. ഉപവാസത്തോടും സഹനങ്ങൾ കൃപകളായി ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട കൃപയുടെ ദിനങ്ങളാണിത്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി, കർത്താവേ ഈ കൃപ തരണമേ, അഭിഷേകം തരണമേ. ഈ വചനങ്ങൾ കേട്ട് പോകുന്നവരായി മാറാതെ ഓരോ ദിവസവും സ്വർഗം നൽകുന്ന സന്ദേശങ്ങള് ജീവിതത്തിൽ അനുസരിച്ച് അനുവർത്തിച്ചു പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, പോരാ പോരാ, സ്തുതിക്കുക, ചങ്ക് പൊട്ടി വിളിക്കേ. കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, വിശ്വാസ വെളിച്ചം അണഞ്ഞു പോയവരെ, വിശ്വാസം ക്ഷയിച്ചു പോയവരെ, വിശ്വാസ ത്യാഗം സംഭവിച്ച അനേകം ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ ചൊരിയണമേ. പിശാചിന്റെ പിടികൾ കൊണ്ടട്ടെ, സാത്താന്റെ പോരുകൾ തകരട്ടെ. അന്ധകാരാധിപത്യ അധികാര ശക്തികള് കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യത്താൽ നിർവീര്യമാകട്ടെ. ഈശോയെ, 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 കൃപ, കൃപ, കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോ, ചിറകിൻ മറവിലാണ് ഞാൻ. കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തിരുസഭയിലുള്ള വിശ്വാസം, ചിറകിൻ മറവിലാണ് ഞാൻ. സഭയുടെ പ്രബോധനങ്ങളിലുള്ള വിശ്വാസം, വിശ്വാസ തത്വങ്ങളിലുള്ള വിശ്വാസം, കർത്താവിന്റെ വചനങ്ങളിലുള്ള വിശ്വാസം. ഈശോ, ഈശോ, കർത്താവെ വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ. കർത്താവെ വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ സഹോദരി സഹോദരങ്ങൾ, ഒരു നിമിഷം പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരും വിശ്വസിച്ച് നോക്കി. ഇത് വലിയ അത്ഭുതമാണ് എന്റെ സഹോദരങ്ങളെ. സർവശക്തനും സർവാധിപനുമായ കർത്താവ് തിരുവോസ്വരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസത്യാഗം സംഭവിച്ച അസംഖ്യം ആത്മാക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസ സത്യങ്ങൾ ദൈവിക ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ സഭാ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അഭിനന്ദ പിതാക്കന്മാർക്ക് വേണ്ടി, വന്യ വൈദികർക്ക് വേണ്ടി, സത്യവിശ്വാസം പ്രചരിപ്പിക്കേണ്ട, പ്രഘോഷിക്കേണ്ട കർത്താവിന്റെ വന്യ വൈദികരെ, നമുക്കറിയുന്ന ഏതാനും ചില അപൂർവ വൈദികരാണെങ്കിൽ പോലും പലരും ഇന്ന് വിശ്വാസത്യാഗത്തിന്റെ പിടിയിലോട്ട് പോകുന്നു. വിശ്വാസം ക്ഷയിച്ചു പോകുന്നു, വിശ്വാസം മങ്ങിപ്പോകുന്നു. പൗരോഹിത്യ ശുശ്രൂഷകളിൽ ഉദാസീനരായി മാറുന്നു. കർത്താവേ, സമർപ്പിതരും അനേകം കുടുംബസ്ഥരെ, കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ലഭിച്ചവരെ, നമുക്ക് ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു പുതിയ കൃപയുടെ വസന്ത സഭയ്ക്ക് ഉണ്ടാകട്ടെ. ഒരു പുതിയ കൃപയുടെ വസന്ത ലോകം മുഴുവനും വെളിപ്പെടട്ടെ. ഈശോ, ഈശോ, ഈശോ. എത്ര പേര് ആഗ്രഹിക്കുന്നവരെ ചങ്ക് പൊട്ടി വിളിച്ചോ, വിളിച്ചോ. തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, 9 മുതൽ 10 വരെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു പോകുന്ന ഒരു വ്യക്തിയായി മാറാതെ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, എന്റെ സന്തോഷങ്ങളിലും എനിക്ക് അർഹതപ്പെട്ട എന്റെ അവകാശങ്ങളിലും അവിടെയെല്ലാം ഉപവസിച്ച് കർത്താവേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ. പ്രാർത്ഥിക്കുക. നമുക്ക് ഇപ്രകാരം ഫാത്തിമയിൽ കർത്താവിന്റെ ദൂതൻ ഫാത്തിമയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന, വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കളിലും അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ദൈവനിഷേധങ്ങള്, ദൈവദൂഷണങ്ങള്, ദൈവത്തെ പരിഹസിക്കുന്ന അഹങ്കാര ഗർഭിഷ്ഠമായ പ്രവർത്തികള്, അബോർഷനുകള്, ദയാവധങ്ങള്, ജഡീകമായ പാപങ്ങള്, മാരക പാപത്തിൽ ജീവിക്കുന്നവരെ, എന്ത് ചെയ്യാനും കൂസലില്ലാതെ ക്രൂരന്മാരും ഗർഭിഷ്ഠരും ധനമോഹികളും
അതുപോലെ നന്മയെ വെറുക്കുന്നവരുമായി ഇതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസത്തിന്റെ തകർച്ചയാണ്, വിശ്വാസത്യാഗമാണ്. ദൈവമക്കളെ, എല്ലാവരും കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ലോകത്തിലെ അതിക്രമങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക ഈശോയുടെ മുൻപില്. സാധിക്കുന്ന എല്ലാ മക്കളും ഈ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ച് ലോകത്തിനു വേണ്ടി മാപ്പ് ചോദിക്കുക കർത്താവിനോട്. അതാത് ദിവസങ്ങളിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്കായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, ഈശോയെ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ. വിശ്വാസത്യാഗം സംഭവിച്ച സകല ആത്മാക്കളോടും കരുണ കാണിക്കണമേ. സത്യവിശ്വാസത്തിന്റെ തീ ഈ ആത്മാക്കളിൽ കത്തിപ്പടരുവാൻ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. വിശ്വാസത്യാഗത്തിന്റെ പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്തിന്റെ അനന്ത ശക്തിയാൽ, യേശുവിന്റെ തിരുബലിയുടെ അനന്ത യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. വിശ്വാസ വെളിച്ചം കെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടി, വചനം വായിച്ച് ധ്യാനിക്കാൻ മടി, ആത്മീയ കാര്യങ്ങളിൽ അലസത, ദൈവിക കാര്യങ്ങളിൽ ഉദാസീനത, പരിശുദ്ധ കുർബാനയുടെ അവഹേളനങ്ങള്, ഉദാശങ്ങളോടുള്ള അവജ്ഞകള്, ദൈവനിഷേധങ്ങള്, ദൈവദൂഷണങ്ങള്, നിരീശ്വര ചിന്തകള്, യുക്തിവാദങ്ങള്, സെക്കുലറിസത്തിന്റെ ബന്ധനങ്ങള്, റിലേറ്റിവിസത്തിന്റെ ബന്ധനങ്ങള്, പിശാച് രൂപം കൊടുത്തിരിക്കുന്ന ഇസങ്ങള്, സെക്റ്റുകള്, കർത്താവേ, അത്തരത്തിലുള്ള ചില കൾട്ടുകള്, ഈ തിന്മകളിലേക്ക് ദൈവത്തിന്റെ തീയായി ആത്മാവിറങ്ങട്ടെ. കരമുയർത്തി 3 പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു: പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഫയർ, തീയായി വരണമേ. ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ തീയായി കത്തുക. ഈ വൈശാചിക പീഡകള്, ഈ നാരിക ശക്തികള്, തിന്മയുടെ സ്വാധീനങ്ങള് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ സമയം സാധിക്കുന്ന എല്ലാവരും, മുട്ടുകുത്തി നിൽക്കുന്ന എല്ലാവരും, അപ്പനും അമ്മയും മക്കളും, സമർപ്പിത സമൂഹങ്ങളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യവൈദികരി ദിവസങ്ങളിൽ പല അച്ഛന്മാരെന്നോട് വിളിച്ചു പറഞ്ഞു: സന്തോഷേ, കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയിൽ ഇതുപോലെ വിശുദ്ധരായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, സഭ അതുപോലെ സ്നേഹിക്കുന്ന അനേകം വിശുദ്ധരായ വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, കുടുംബസ്ഥരുണ്ട്, യുവജനങ്ങളുണ്ട്. കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കളോട് ചേർന്ന് സാധിക്കുന്നവർ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, എല്ലാവരും കോർത്ത് പിടിച്ച്, എല്ലാവരും കരങ്ങൾ കോർത്ത് പിടിക്കുന്ന ഈ മക്കളെ. മരിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: മകളെ, എനിക്ക് ദാഹിക്കുന്നു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കുവാൻ എന്നെ സഹായിക്കുക. നിന്റെ സഹനമാണ് എന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് പാപികൾക്ക് വേണ്ടി സ്വർഗസ്വനായ പിതാവിനെ ഞാൻ സമർപ്പിക്കുക. സഹനങ്ങൾക്ക് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. സഹനങ്ങൾ ഇനി പഴി പറയരുത്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു പരിത്യാഗ പ്രാർത്ഥനയുണ്ട്.
ആ പ്രാർത്ഥന ഞാനൊന്ന് പറഞ്ഞു തരാം. അനേകർക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ, മനസ്സാവാച അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ അധിക്ഷേപങ്ങളും അപവാദങ്ങളും ഏൽക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ദുഷിക്കുമ്പോൾ, ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരാകും, ബന്ധുമിത്രങ്ങളാകും, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാകും, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരാരുമാകട്ടെ, അവർ ദുഷിക്കുമ്പോൾ, പരിഹാസങ്ങൾ, നിന്ദാവാക്കുകൾ പറയുമ്പോൾ നമ്മൾ ഈ സഹനങ്ങളൊന്നും വിട്ടുകളയരുത്. ഇതൊക്കെ കർത്താവിനെ ലാഭങ്ങളാക്കി മാറ്റണം. ഹല്ലേലൂയ. അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നാളെ മുതൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാം. ഈശോ, എൻ്റെ ഈശോയെ, എല്ലാവരും പറഞ്ഞ എൻ്റെ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും മറിയത്തിന്റെ വിമല ഹൃദയത്തിനെതിരായി എല്ലാ അതിക്രമങ്ങളെ പ്രതിയും പാപികളെ മാനസാന്തരത്തിനായും ഞാൻ ഈ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരിങ്ങനെ സഹനങ്ങളെ രക്ഷാകരങ്ങളാക്കി മാറ്റുക. കരങ്ങൾ കോർത്ത് പിടിച്ച്, ആ കോർത്ത് പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ കർത്താവിനോട് പറഞ്ഞു, ആത്മാക്കളെ തരിക, ബാക്കി എല്ലാം എടുക്കുക. ഇത് വെറും വാക്കുകളാകരുത് ദൈവമക്കളെ. ഈശോയെ പ്രതി നഷ്ടങ്ങൾ സഹിക്കുക, പാപികളെ മാനസാന്തരത്തിനായി നഷ്ടങ്ങളെ സഹിക്കുക, സഹനങ്ങൾ ലാഭങ്ങളാക്കുക, ഉപവസിക്കുക, ത്യാഗങ്ങൾ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. മാതാവിന്റെ രക്തക്കണ്ണീര്, ഇത് ജൂലൈ മാസമാണ്, തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ മിതത്വം പാലിക്കുക. നമുക്ക് എങ്ങനെയൊക്കെ പരിത്യാഗം എടുക്കാൻ സാധിക്കുക, അതെല്ലാം എടുത്ത് കരങ്ങൾ കോർത്ത് പിടിച്ച് ദിവ്യകാണി ഈശോയെ നോക്കിക്കൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കളെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി നേടും. ഇന്നത്തെ പ്രധാന നിയോഗമാണ്. അവരെ മാത്രമല്ല, നശിക്കുന്ന ആത്മാക്കളെ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ അലസത കൊണ്ടോ, നമ്മുടെ ഉദാസീനത കൊണ്ടോ, നമ്മുടെ മടി കൊണ്ടോ, നമ്മുടെ ആത്മീയമായ മന്ദത കൊണ്ടോ, മരവിപ്പ് കൊണ്ടോ ഒരു ആത്മാവ് നരകത്തിൽ പോകരുത്, നിത്യ നരകത്തിലേക്ക് പോകരുത്, നശിച്ചു പോകരുത്. കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയുടെ ദാഹത്തെ ശമിപ്പിക്കും. ഞാൻ അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ നേടും. ഞാൻ പരിത്യാഗങ്ങൾ എടുക്കും, സഹനങ്ങളെ കൃപകളാക്കും. ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ. വാക്ക് കൊടുത്ത് കരങ്ങൾ കോർത്ത് പിടിച്ച് ഒന്ന് ഉണർവോടെ ആ വരികൾ പാടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ആത്മാക്കളെ കർത്താവേ, കൃപ തരണം, കൃപ തരണം, കൃപ തരണം. അഭിഷേകം തരണം, അഭിഷേകം നൽകണം കർത്താവേ. ആത്മാക്കളെ തരിക, ഈശോയെ, 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 ഈശോയെ. സർവവും എടുത്തുകൊള്ളുക. കർത്താവേ, പരിത്യാഗം ചെയ്യാനുള്ള കൃപ തരണം. കൊച്ചു ത്രേസ്യയായാലും, അമ്മ ത്രേസ്യയായാലും, മറിയം ത്രേസ്യയായാലും, അൽഫോൻസായാലും, വിൻസെന്റ് ഫെററിലൊക്കെ നിറഞ്ഞു നിന്ന്, പാതിരപ്പിയിൽ നിറഞ്ഞു നിന്ന് ഈ പരിത്യാഗ കൃപ, ഈ പരിത്യാഗ ചൈതന്യം ജനലക്ഷങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. ഈശോ, ഈശോ, ഈശോ. എടുത്തുകൊള്ളുക. ഒരിക്കൽ കൂടെ മുട്ടുകുത്തി കരങ്ങൾ കോർത്ത് പിടിച്ച് വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കളെ, ഒപ്പം പാപികളെ മാനസാന്തരം, നിത്യനാശത്തിലേക്ക് പോകുന്ന എല്ലാ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് നോക്കി നമുക്ക് ഈ വരികൾ പാടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നമ്മൾ ഒരിക്കൽ കൂടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു പാടുന്നു. വിശ്വാസത്യാഗികളെ എല്ലാ ആത്മാക്കളോടും കരുണ കാണിക്കണം. വിശ്വാസത്തിൽ കത്തിപ്പടരുവാൻ കർത്താവ് ഇടവരുത്തണമേ. തിരുസഭയെ ശക്തിപ്പെടുത്തണമേ. ലോകം മുഴുവനെ കഴുകി ശുദ്ധീകരിക്കണമേ. ലോകം മുഴുവനെയുമേ കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ
എല്ലാവരും അല്പം ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 5 ദിനങ്ങൾ നമ്മൾ പിന്നിടുകയാണ്. അടുത്ത 35 ദിനങ്ങൾ നിങ്ങൾ വളരെ സമർപ്പണത്തോടെ നമ്മൾ ഓരോരുത്തരും, ബഹുമാനപ്പെട്ട എൻ്റെ വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു കുടുംബമായി സഭ മുഴുവൻ ഈ ഒരു ശുശ്രൂഷയിൽ സമ്മേളിക്കണം. ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് നമ്മൾ ഈ ശുശ്രൂഷയിൽ മുടക്കം കൂടാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടി നൽകാൻ. ഒപ്പം അനേകർ ഇതറിയാത്ത 10,000 ഇപ്പോഴുണ്ട്. അവരെ നമ്മൾ അറിയിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ, ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ, ഈ ശുശ്രൂഷ അറിയിച്ച് അനേകർ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. കർത്താവിൻ്റെ ആശീർവാദത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിത്യാഗ പ്രവർത്തികൾ അത് വെറുതെ എഴുതി കാണിക്കലല്ല. ഓരോ ദിവസം ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയോട് നമ്മൾ സഹകരിക്കണം. അത് ഡിസ്പ്ലേ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക്, ഇമെയിലിലേക്കൊക്കെ നിങ്ങളെ കമ്മിറ്റ്മെൻറ്റുകൾ അറിയിക്കുക. നമ്മൾ ഈ 40 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ശുശ്രൂഷയുണ്ടായിരിക്കും. മറ്റൊന്നിനല്ല, കർത്താവിൻ്റെ സഭയെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ദാഹത്തെ ശമിപ്പിച്ച അസംഖ്യം ആത്മാക്കളെ ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നേടുവാൻ സ്വർഗം നമ്മൾ ഒരുക്കുകയാണ്. അപ്പം മാതാവും ശൗസേ പിതാവും സഭയുടെ സകല വിശുദ്ധരും മാലാഖമാരും നമുക്ക് കൂട്ടിനുണ്ട്. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ. ഈശോയേ, ഈശോയേ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, ഈശോയേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ വർഷിക്കണമേ. എല്ലാ ആത്മാക്കളോട് കരുണ കാണിക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, വിശ്വാസ വെളിച്ചം കെട്ടുപോയ എല്ലാ ആത്മാക്കളെയും സത്യവിശ്വാസത്തിന്റെ കൃപയിലേക്ക് ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തോട് കരുണ കാണിക്കണമേ. എല്ലാ അതിക്രമങ്ങളോടും അങ്ങ് മാപ്പ് നൽകണമേ. കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ അങ്ങ് കരമുയർത്തി ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ
വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9416178411. ഇമെയിൽ ഷക്കീന പ്രയർ ബാങ്ക് @gmail.com.